അപ്പം ഗൈസ് നമുക്കിപ്പം മാവിൻ്റെ കോസ്റ്റ്യൂം ആണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സെറ്റാക്കി നമ്മൾ ടൗണിലോട്ട് ഇറങ്ങുന്നതാണ്. അതാണ് എന്നാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കോസ്റ്റ്യൂം സെറ്റാവോ ഇല്ലെന്ന് കുറച്ച് ഡൗട്ട് ഉണ്ട്. ഞാൻ ഇതുവരെ മാവിലായിട്ട് ഒരുങ്ങിയിട്ടില്ല. അപ്പം നോം കുറച്ച് സമയം എടുക്കും. ധൃതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോമ്മയുടെ കൂന്തൽ ഇങ്ങോട്ട് തരും. കാർക്കൂന്തൽ നമ്മുടെ മീശയും അതിനകത്തിരിക്കുന്നുണ്ട്. താഴെ വീഴുന്നു, മീശ താഴെ വീണു. താങ്കളുടെ മീശ കടിച്ചു പിടിക്കുമോ ഇത്? മീശ താഴെ വീഴ്ത്താതെ ഇത് മീശ വത്സാൻ നോക്കി കണ്ട് ചെയ്യൂ. മാമിന്റെ മീശ അത്ര പെട്ടെന്ന് ഒരാളുടെ മൂക്കിൽ ഇരിക്കില്ല. ഇല്ല, ആ കടിച്ചു പിടിക്കേണ്ടി വരുമോ നാമിന്? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ മാമിന്റെ മീശ പെട്ടെന്ന് ഇരിക്കാറില്ല. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണോ മുടി വെക്കേണ്ടത്? ആദ്യമേ മുടി വെക്കണം. മുടി എപ്പോഴാ വെക്കണ്ടേ? ഒരുങ്ങി കഴിഞ്ഞിട്ട് വെച്ചാ പോരെ? മാം ആദ്യം കിരീടം വെച്ചിട്ട് ബാക്കി ചെയ്യാറുള്ളൂ. ആണോ? അല്ലെങ്കിൽ മാം ആദ്യം മാമിന്റെ ഡ്രസ് എല്ലാം ഇടുക. ചെങ്കോലിടാം. ചെങ്കോല അല്ല, ചെസ്റ്റ് പ്ലേറ്റ് ഇടാം. ചെസ്റ്റ് പ്ലേറ്റ് തരും മാമിന്. എന്താണ് മാമിന്റെ ആഭരണങ്ങളും താഴെ വീഴുന്ന വത്സ? ആടെ ആഭരണങ്ങളെല്ലാം താഴെ വീഴുകയാണ്. തിരിച്ചു കൊണ്ട് കൊടുക്കാനുള്ളതാണ് മാവേലിക്ക് പാതാളത്തിലിട്ട് പോയിട്ട്. മാവേലി സ്വന്തം സാധനം അല്ലേ അപ്പൊ ഇത്? സ്വന്തം മാവേലി എല്ലാ വർഷവും വരുന്നതല്ലേ. പാതാളത്തിൽ ചൂടാ, അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടാ. മാമിന്റെ അരപ്പട്ടയോ ചെസ്റ്റ് ആർമർ വെക്കും എനിക്ക്. മാമിന് സെറ്റാക്കി തരും. മാനേജറിന് ഹായ്. പക്ഷെ മാനേജർ അല്ല ഇത്. ഞാൻ ഭൃത്യനാണ്, മാവേലിയുടെ ഭൃത്യനാണ്. ഭൃത്യനോ? ആ, പേര് ചിത്രഗുപ്തൻ. എന്താ വത്സ അരമണ്ഡലത്തിൽ കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടതാണ് എനിക്ക്. താങ്കൾ ജിമ്മിൽ പോകുന്നുണ്ടല്ലേ അവിടെ? അതാണ് ഈ സാധനങ്ങളൊന്നും. പാതാളത്തിൽ എല്ലാം ഒരേ വർഷവും ഞാൻ വന്ന് മടുത്തു. പാതാളത്തിൽ ചൂടാണേ. അപ്പൊ ജീവിച്ചു പോകാൻ വേണ്ടി ഞാൻ ഇപ്പൊ വർക്കൗട്ടൊക്കെ തുടങ്ങി പാതാളത്തിൽ. മാമിന് ഓൾറെഡി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉള്ളതായിരുന്നു. പക്ഷെ കുറച്ച് തിരക്ക് കാരണം വിളിക്കാൻ പറ്റിയില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്തുകൊണ്ട് വന്നില്ല? അതുകൊണ്ടല്ലേ ഈ ചിത്രഗുപ്ത ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. ചിത്രഗുപ്തന് വല്ല പണിയെങ്കിലും ചെയ്യേണ്ട. ചിത്രഗുപ്തൻ ഒന്ന് കെട്ടി. ചിത്രഗുപ്ത കെട്ടിയിരിക്കുന്നു. എന്റെ കീഴ്വസ്ത്രം തായോ? താങ്കളുടെ കീഴ്വസ്ത്രം ഇതാണോ? താങ്കളുടെ കീഴ്വസ്ത്രം? അതെ, കാണാൻ വളരെ നല്ല ഭംഗിയുണ്ട്. താങ്കളുടെ കാലുകൾ ഉള്ളിലേക്ക് കയറ്റുക. കുറച്ച് പുറകിലോട്ട് പോകും ക്യാമറമാൻ. അപ്പുറത്തെ കാലും കയറ്റുക. അപ്പുറത്തെ കാലും രണ്ടുകൂടി ഒരുമിച്ച് കാല് വരെ അടിക്കാനാണോ? അതെ. മാവേലി അത്ലറ്റിക് അല്ലേ? അന്നും പറഞ്ഞ് രണ്ട് കാലും ഭൂമിയിൽ നിന്ന് പൊക്കി അങ്ങനെ വെക്കും. താങ്കൾ മാവേലിയാണോ? താങ്കൾ മഹാബലിയാണോ? ആരാണ് താങ്കൾ? മഹാബലി. തേജനയുമാണോ താങ്കളുടെ? കുറച്ച് അരവണ്ണമൊക്കെ കുറഞ്ഞ്. ഞാൻ കഴിഞ്ഞ വർഷത്തിൽ തയ്ച്ച തുണിയാണ്. ആണല്ലേ? പട്ടറിയാണ്. ഡേറ്റൊക്കെ എടുത്ത് അല്ലേ? പാതാളത്തിൽ അങ്ങനെ ചോദിക്കുന്നൊന്നും കിട്ടാറില്ല. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. പാതാളത്തിൽ നിന്ന് താങ്കളുടെ രക്ഷയ്ക്കായി മസിൽമേ എന്റെ ബൈസെപ്സിന്മേൽ കെട്ടു. ആണോ? താങ്കളുടെ ബൈസെപ്സ് കുറച്ച് വലുതാണല്ലോ. കിട്ടാൻ പറ്റുന്നില്ലയോ? കിട്ടാൻ പറ്റുന്നില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടു. മസിൽ പിടിക്കാതിരിക്കൂ. ഞാൻ പിടിക്കുന്നില്ലേ? താങ്കളുടെ രക്തയോട്ടം നിലയ്ക്കുമോ? എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ നിലയ്ക്ക് വന്ന്. ഓക്കെ, ചെറിയ കെട്ട് കൊടുക്കൂ. താഴെ വീഴാൻ പാടില്ല. കലാമണ്ഡലത്തിൽ നിന്നുള്ള സാധനമാണ് തിരിച്ചു കൊടുക്കണം. പാതാളത്തിൽ എവിടെയാണ് കലാമണ്ഡലം? അത് പാതാളത്തിൽ പുതിയ ജൻ ആണേ. ഞങ്ങൾക്കും കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ട. നിങ്ങൾ എന്താണ് ഈ സ്വർഗത്തിലും നരകത്തിലും ഭൂമിയിലുള്ള ആൾക്കാർക്ക് മാത്രം ടി വി കണ്ടാൽ മതിയോ? പാതാളത്തിലുള്ള ആൾക്കാർക്കും കാണണോ? അതെ. താങ്കൾ മസിൽ വിടൂ. അണ്ണാ, അനുഗ്രഹം ജിപേ ആയിട്ട് തന്നാൽ കൊള്ളാം. ശ്രീ, നീ നോവിനെ കാണാൻ വരും പാതാളത്തിലേക്ക്. ഞാൻ ജിപേ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നേക്ക്. താങ്കൾ ഒന്ന് അടങ്ങി നിൽക്കുമോ? ഈ വത്സൻ പോരെ കേട്ടാ. ഞാൻ കാലന്റെ അനുചരനാണ് ചിത്രഗുപ്തൻ. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ താങ്കളുടെ കൂടെ വന്നിരിക്കുന്നത്. അതും ഇന്ന മോഡേൺ വേഷത്തില്. അല്ലെങ്കിൽ ജട്ടിയാണേ. പാതാളത്തിൽ ജട്ടി മാത്രം ഇട്ട് നടക്കുന്നതാണ്. എന്താ വത്സ ഇങ്ങോട്ട് കാണിക്ക്. മേക്കപ്പ് ചെയ്യുന്ന പെണ്ണുങ്ങളൊന്നും അടുത്ത പോലും വരത്തില്ല. ഇങ്ങനെ ഞാൻ പാതാളത്തിലോട്ട് ഞാൻ തന്നെ ചവിട്ടി വിടും. കൊണ്ടുവന്നേ പോരാ. മോതിരം ഇടാൻ പറ്റുന്നില്ല. ആയൊന്നും ഇല്ല. ഞാൻ തന്നെ ഇടാം. നീ എന്താണ് ഇനി പറയൂ. ഇനി താങ്കളുടെ മുടി ആദ്യം ഏതാണ്? എന്ത്? ഇനി എന്താണുള്ളത്? പറയൂ. കെട്ട് ഉരുവൻ. എവിടെയാണ് കെട്ടേണ്ടത്? പുറകിലോട്ട് കയറ്റി വെക്കും. ചെറുതായിട്ട്.
പറയൂ. കൈ പാതാളത്തിൽ നൂജൻ ബാർബർ ഷോപ്പിൽ പോകരുതെന്ന് താങ്കളോട് ഉത്തരവിട്ടിട്ടുള്ളതായിരുന്നല്ലോ. അബദ്ധം പറ്റിയതാണ്. ഞാൻ മുടിയായിട്ട് വരത്തുള്ളായിരുന്നു. എന്തുകൊണ്ട് താങ്കൾ നൂജൻ ബാർബർ? കിരീടം പുറകിലോട്ട് താഴത്തുനിന്നാണ് കെട്ടേണ്ടത്. ഇതിന്റെ മുൻവശം ഇതല്ലേ? അതേ. പാതാളത്തിൽ താങ്കൾ കിരീടമൊന്നും ഇല്ലാതെയല്ലേ നടക്കുന്നത്? അത് പിന്നെ ഇത്ര ചൂടത്ത് കിരീടം വെച്ച് എങ്ങനെ നടക്കാനാണ്? പാതാളത്തിൽ ചൂടൊന്നുമില്ല, ഫുൾ AC ആക്കിയിട്ടുണ്ട് ഇപ്പൊ. സെൻട്രലൈസ്ഡ് AC ആണ്. ഫ്രണ്ടിൽ മുടി കൊണ്ടതാ. നിന്റെ കിരീടം ഒന്ന് വെച്ച് തായോ വത്സ. താങ്കൾ തലയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? മുതുതല. അവന് ബുദ്ധി കൂടിപ്പോയതുകൊണ്ടാണ് നമ്മ അവനെ പാതാളത്തോട് ചവിട്ടി താത്തിയത്. കയ്യിരിപ്പോണ്ടാണ്. താഴെ കളയാതെ മാവേലി, താങ്കളൊന്ന് പിടിക്കൂ. ഈ നെയിൽ പോളിഷ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നോമിന് അത് ധരിക്കേണ്ടി വന്നതാണ്. ഇപ്പോൾ എന്തായാലും നെയിൽ പോളിഷ് റിമൂവർ ഇല്ലാത്തതുകൊണ്ട് കിടക്കട്ടെ, അത് പിന്നത്തേക്ക് മാറ്റാം. നോമിന് മീശയാണ് ഇനി വേണ്ടതല്ലേ? മീശ മാവേലി ഫ്രം മീഷോ ഒന്ന്. എന്താണ് മാവേലി ഫ്രം മീഷോ? എന്താണ് ഉദ്ദേശിക്കുന്നത് ചിത്രഗുപ്ത? എനിക്ക് അറിയില്ല. ഞാൻ താങ്കളുടെ പ്രജകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രജകൾ പറയുന്നത് മീഷോ എന്ന് പറയുന്ന താങ്കളുടെ ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുകയായിരിക്കും അവർ. കാണിച്ചു കൊടുക്കും. പ്രജകൾ നോമിന്റെ ക്വാളിറ്റി ഒരിക്കലും ചോദ്യം ചെയ്യാറില്ല. നോമൻ നല്ല സ്വീകരണമാണ് പ്രജകൾ എല്ലാ വർഷവും തരാറുള്ളത്. അതാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. മാവേലിക്ക് കയറാൻ പറ്റില്ലേ? ഉറപ്പാണോ? മാവേലി കിരീടം ഊരണമെന്നാണ് പറയുന്നത്. കിരീടം ഊരി മാവേലി നടക്കാറില്ല, വല്ലപ്പോഴേ വെക്കാറുള്ളൂ. പാതാളത്തിൽ അതിനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ്. തല കുനിച്ച് കയറി നോക്കാൻ എനിക്ക് തോന്നുന്നു. താങ്കളുടെ കിരീടമാണ്. കേറുന്നില്ലേ? അകത്തേക്ക് കയറേണ്ടതാണ് താങ്കൾ. ചിത്രഗുപ്ത പറകിലിരിക്കും. താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുട അതെടുത്തോണ്ട് ഞാൻ കയറുന്നതായിരിക്കും. നമ്മുടെ കുട എടുത്ത് അകത്ത് വെക്കുന്നതായിരിക്കും. വല്ലാത്ത ചൂടാണ് കേരളത്തിൽ. എല്ലാ വർഷവും വരുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ശ്വാസം കിട്ടുന്നുണ്ടോ ഈ മീശ കാരണം? കുറച്ച് കുറവാണ്. പക്ഷെ ഞാൻ എന്തോ നോമന് അബദ്ധം പറ്റിയതാണ് പാതാളത്തിൽ. സൺഗ്ലാസ് ഇല്ലേന്ന്. സൺഗ്ലാസ് വേണോ? സൺഗ്ലാസും വേണോ മാവേലിക്ക്? നോമിന് ടൗണിൽ വെച്ച് സെറ്റാക്കാം. ഇനി നോമിന്റെ പ്രജ പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് പറയരുത്. പാതാളത്തിൽ AC ഉണ്ടോന്ന്? AC എന്റെ റൂമിലുണ്ട്. ചിത്രഗുപ്തൻ ഏകദേശം ഒക്കെ ഒപ്പിച്ചെടുത്ത് എന്റെ റൂമിൽ നിന്ന് സൈഡിൽ വലിപ്പിച്ചാണെങ്കിലും സെൻട്രലൈസ്ഡ് AC ആണ് പാതാളത്തിൽ. മാവിന്റെ കൂടെ നോക്കി കണ്ടൊക്കെ നടക്കണം AC കിട്ടാൻ. താങ്കളുടെ ചിത്രഗുപ്തന്റെ AC ഞാൻ തീരുമാനം ആക്കും അവിടെ തിരിച്ചു ചെല്ലുന്നു. താങ്കളുടെ കയ്യിലിരിപ്പ് കാരണം AC എനിക്കും കിട്ടുന്നുണ്ട്. അർജുന്റെ മാതാശ്രീ ഇവിടെ എവിടെ ഉണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വരാം. അർജുന്റെ മാതാശ്രീ നോമ ക്ഷമിക്കണം. നാം കാളമണ്ണിനെ ആ ശീലം മാറിയിട്ടില്ല. അതാണ് പെട്ടെന്ന് കയറി നമ്മൾ പഴയ ശീലങ്ങളിൽ വിട്ടു പോകാറില്ല. താങ്കളെ കാണാനായി വന്നിരിക്കുന്ന ആരാണെന്ന് നോക്കൂ. കുനിഞ്ഞു കയറൂ അകത്തേക്ക് കുനിഞ്ഞു കയറൂ. മാം അർജുന്റെ മാതാശ്രീയുടെ കടയിൽ വന്നതാണ്. അതെ, മാവേലി ഇപ്പം ഡയറ്റ് ഒക്കെയാണ്. കടയൊക്കെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടമൊക്കെ വളരെ മോശമാവേലി. എന്തെങ്കിലും പൈസ സഹായിക്കാവാ. അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യുന്നു. അതൊരു കാലത്തായിരുന്നു, അതെല്ലാം പോയില്ലേ. പണ്ടൊരു സഹായം ചെയ്തതാണ് വർഷം വരാൻ പറ്റുന്നുള്ളൂ. ഞങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നാം ചെയ്തു തരും. ഞങ്ങളുടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് സഹായിക്കും. സാധനങ്ങൾ വാങ്ങിച്ചു, നോട്ട് ദ പോയിന്റ്. നാം അർജന്റിക്ക് പറയുന്നതാണ്. എന്ത് പറ്റി വത്സേ? മാം അർജന്റിക്ക് പറയുന്നതാണ്. അർജുൻ ഒരിക്കൽ ഈ കട ഫുള്ളും മേടിച്ചേക്ക്. അർജന്റിക്ക് പറയാം. അർജുൻ പച്ച പിടിച്ച് വരട്ടാ, പാവം ചെക്കൻ. ഞാൻ പറഞ്ഞേക്കാം. അർജുന്റെ കുടുംബക്കാർക്ക് ശൈലി അർജുനൊക്കെ ഉണ്ട്. ആണോ?
അങ്ങനെയാണോ? അങ്ങനെയാണ്. ഒന്ന് അങ്ങ് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞേക്കാം. ആ അത്ര ശല്യമായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഇരിക്കുന്നിരിപ്പില്ല അർജുന് സ്വഭാവം മാറുമെന്ന് അവരുടെ അമ്മ എന്നെ കടവും അങ്ങനെയല്ലല്ലോ പ്രജകൾ എൻ്റെ പറഞ്ഞത്. എന്നോടൊക്കെ പറയുന്നുണ്ട്. അർജുന ആൾക്കാർക്കൊക്കെ എല്ലാം ഇതാണ്. എനിക്ക് പണ്ട് മൂക്കിലായിരുന്നു വീഴ്ച. അത് ഞങ്ങളുടെ കാലത്ത് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ മൂക്കിനകത്താണ് വീഴ്ച. പിന്നെ മൂക്കിലല്ല, അവൻ എവിടെയാ വീശ കൊണ്ട് വെക്കുന്നത്? മൂക്കിന്റെ താഴത്താണ് വീശ ഇരിക്കുന്നത്, മൂക്കിന്റെ മേളിലല്ലല്ലോ. മത്സേ ഇങ്ങനെ പോയാൽ കച്ചവടം നടക്കില്ല. ചിത്രഗുപ്ത പറയൂ, എന്താണ്? ഇയാള് ഞാൻ ചിത്രഗുപ്തൻ. അക്കൗണ്ട് പാതാളത്തിലെ അക്കൗണ്ട് എല്ലാം നോക്കുന്നതിനിടക്ക് യമരാജൻ എന്നെ മാവേലിയുടെ കൂടെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ന്യൂജൻ ചിത്രഗുപ്തൻ. നല്ല അക്കൗണ്ടൻസിന്റെ കുഴപ്പമുണ്ടെങ്കിൽ ടാക്സ് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് തരും പുള്ളി. പിന്നെ ഫുൾ ക്ലിയർ ചെയ്ത് തരും. ആരെ വേണേലും പേര് വെട്ടി ഞങ്ങൾ പാതാളത്തിലൊക്കെ ആക്കുന്നതായിരിക്കും. എന്ത് കുഴപ്പമുണ്ടായാലും ഫുൾ ക്ലിയർ ചെയ്യുന്ന എന്തെങ്കിലും സഹായിക്കണമല്ലോ. ചുമ്മാതെ പാതാളത്തിൽ നിന്ന് വന്ന് മാവേലിന്ന് കണ്ടു പോയിട്ട് എന്ത് പ്രയോജനം? പാതാളത്തിൽ നിന്ന് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ പറയും അത് ഒരു ദിവസമാണെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് മെനക്കെട്ട പരിപാടിയാ. ഊട്ടയിട്ട് തുടങ്ങി ഈ ഒരു ഊട്ടയെ കൂടിയാ പുറത്തോട്ട് കയറി വരുന്ന. ലിഫ്റ്റ് ഒന്നും ഇല്ല ഇപ്പോഴും. അനുഗ്രഹം കൊടുത്തിട്ട് വരൂ. പോട്ടെ. പ്രജകളെ കാണാനുള്ള ടൗണില് താങ്കളുടെ കിരീടം. പ്രജകളെയൊക്കെ ഒന്ന് കാണട്ടെ. എല്ലാരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. നമുക്ക് സ്വീകരണം ഉണ്ടാവൂ. സ്വീകരണം ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. ചിലപ്പോ കാണാനും സാധ്യത. മാം വരുന്നെന്ന് പറഞ്ഞില്ലയോ? താങ്കൾ പെട്ടെന്ന് വരുന്നത് ആയതുകൊണ്ട് നിക്കർ മാത്രം ഇട്ടല്ലേ പാതാളത്തേക്ക് പോകുന്നത്. ആൾക്കാരെ അറിയിക്കാനുള്ള സമയം കിട്ടിയില്ല. താങ്കളുടെ മീശ ഓക്കെ ആണോ? അതെടുത്തേ, അത് താഴത്ത് വീണത്. ഓക്കെ തരും. ആദ്യം നമ്മുടെ തലയിലോട്ട് എടുത്ത സാധനം വെക്കട്ടെ. ഹായ് വത്സ. ഹായ് വത്സ. എല്ലാ വത്സന്മാരും പേടിക്കരുത്. സമ്മാനമോ? വർഷത്തിൽ ഒരിക്കൽ കുറെ സമ്മാനം കൊടുത്തോണ്ടാ പാതാളത്തിൽ ചവിട്ടി ഇറക്കി തന്നെ. നാട് കാണാൻ ഞാൻ ഒരിക്കലും വരുന്നുള്ളല്ലോ. നിങ്ങൾ എനിക്കെല്ലാം തരൂ. ഞാനല്ലേ ഗസ്റ്റ്. ഇതൊക്കെ ഇപ്പൊ ബാക്കിയുള്ളൂ. നാളെ തന്നെ പോവും. തിരുവോണം കഴിഞ്ഞ് പോവാൻ സമ്മതിക്കാൻ അറിയത്തില്ല. പാതാളത്തോട്ട് വിളിയണ്ടേ? കൊള്ളാലോ. എന്താണോ എല്ലാവർക്കും ഓരോ അനുഗ്രഹം കൊടുത്തു വിടൂ. കൊള്ളാലോ. എനിക്ക് വയ്യ. എല്ലാവർക്കും ഓരോ അനുഗ്രഹം കൊടുത്തു വിടേണ്ടതാണ്. അനുഗ്രഹം എന്റെ എപ്പോഴും കാണും. അടുത്ത വർഷം പാതാളത്തിൽ കാണാം. ഏട്ടാ പാതാളത്തിൽ വെച്ച് കാണാം. ഇവന്മാരെ തൂക്കണ വേണ്ടല്ലേ? പേര് എഴുതിക്കോ. ചിത്രഗുപ്തനാ. പാതാളത്തിലോട്ട് അടുത്ത വർഷം ഓണം കാണിക്കത്തില്ല. ചുമ്മാ പറഞ്ഞ പൊക്കോളൂ. ഒച്ച വീണ്ടും കിട്ടില്ല. എന്താ വത്സങ്ങള്? യോ മാവേലി. അതെ മാവേലി വിളിക്കുന്നു. മാവേലിയെ വത്സ എന്താണ് വേണ്ടത്? ഞാൻ യൂട്യൂബറാ. ഞാൻ മാവേലിയാണ്. ഇന്ന് തുടങ്ങിയുള്ളൂ ചാനൽ. നമ്മൾ ഇന്ന് ചാനൽ തുടങ്ങിയ കാര്യമായിരിക്കും പറയുന്നത്. ചിത്രഗുപ്ത ഞാൻ നേരത്തെ വന്നിട്ടുണ്ടോ? എവിടെ ഇല്ലല്ലോ. ഇല്ല, കഴിഞ്ഞ വർഷം വന്നപ്പോ ഇല്ലായിരുന്നല്ലോ. കണ്ടിട്ടുണ്ടെന്നാ? ഈ കൊച്ചു പാതാളത്തിലുണ്ടോ? അടി ലിസ്റ്റ് എടുത്തേ. ലിസ്റ്റ് പേരെന്താണ്? ലിസ്റ്റ് നോക്കട്ടെ. പാതാളത്തിലുണ്ടോ? പേരെന്താണ്? ആമിന എന്ന് പറഞ്ഞ പേരില്ല. യാമിന ഉണ്ടോ ലിസ്റ്റില്? ലിസ്റ്റ് ഞാൻ നോക്കട്ടെ. വേണോ ലിസ്റ്റ് റെഡിയാക്കാം. പുതിയ ലിസ്റ്റ് ആഡ് ചെയ്യാം. ഇല്ല. സൺഗ്ലാസ് മേടിക്കണം പറയുന്ന പ്രജകൾ. സൺഗ്ലാസ് എല്ലാം ഉണ്ട്. മൊബൈലുള്ള മാവേലി എന്ന്. മാവേലിക്ക് എന്താ മൊബൈൽ ഓടിക്കാൻ പറ്റത്തില്ലേ? എന്താ ചെണ്ട പൊട്ടുന്ന അവിടെ? നമ്മളെ സ്വീകരിക്കുവാണോ? പായസമേള. മാവേലിക്ക് 2 കണ്ണേ ഉള്ളൂ. ഭക്ത നേരെ നോക്കി പോവാൻ. മലയാളിയാണോ? जयपुर राजस्थान। ओ आप हिंदी बात कर रहे हो क्या? क्या बात। हम मतलब पाताल से आए एक दिन के लिए। पाताल से आए? हाँ महाबली। हाँ और बलि कहाँ छोड़ दिया? बलि छोड़ा नहीं, बस नाम महाबली है। हाँ आप कहाँ से हो? राजस्थान। नगरी जयपुर। हाँ रामेश्वर धाम की यात्रा करके आए हैं। मैं तो पाताल से लोग से आए हैं। हाँ बस एक दिन। बलि के वंशज हैं। हाँ वही खुद ही है ये। हाँ खुद बलि हो गया था मैं एक दिन के लिए। बस एक ही दिन छोड़ते हैं आजकल। जो मांगना है मांगो। हाँ मांगो। ये तो पहले ही दे चुके हैं सब तो वही तो देख। भक्त को पता है सब कुछ। इनके माथे पे पैर रखो।
ആ പറയൂ ഭക്ത പറയൂ. ഭക്തന്റെ പേര് പടത്തിന് പേര് സാൻ കളക്ഷൻ. സാൻ കളക്ഷൻസ് ആണോ ഭക്തന്റെ പേര്? എന്റെ പേരാ. ആ. എന്റെ പേര് ജീവൻ, മുല്ലക്കൽ ജീവൻ എന്ന് പറയും. മുല്ലക്കൽ ജീവൻ എന്ന് പറയും. മുല്ലക്കൽ ജീവൻ. എന്നെ അറിയാവുന്ന ആരുമില്ല, അതുകൊണ്ട് അറിയാവുന്ന ആരും ഇല്ലേ? ഫോട്ടോ എടുത്ത ഫേസ്ബുക്കിൽ. അറിയാവുന്ന ആരും ഇല്ലേ? എന്നെ അറിയാത്ത ആരുമില്ല. അറിയാത്ത ആരും ഇല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. ഞാൻ പാതാളം. ആ പാതാള സ്ഥലം പോരുന്നാ. ശരിയല്ല, ഏ പിന്നെയും പോകും ശരിയല്ലല്ലോ. പിന്നെ എനിക്ക് എന്തായാലും ഒരു ദിവസമേ ഉള്ളൂ. ഞാനോ? ഞാൻ മാവേലി. കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഹായ് ഹായ്. ഹാപ്പി ഓണം. പേടിക്കണ്ട. ഹായ് ഹായ് ഹായ്. ഞാൻ മാവേലി. ആ മാവേലി അർജുനല്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി കേട്ടു ആണാ? റോഡ് സൈഡിലോട്ട് നിൽക്കുക. പാതാളത്തിലെ ബ്ലോക്ക് ഇവിടെ കിട്ടുക. കിട്ടുമായിരുന്നു? ഞാൻ അറിഞ്ഞില്ല. അതെ, ആ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായി. അതെ അതെ, ഇപ്പോഴും പരിചയപ്പെടാണ്. എന്തിന്? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ഇരിക്കട്ടെ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. മാവേലി തമ്പുരാന് കൊടുത്തിരിക്കുന്നു. വെച്ചോ. ആണോ? കറക്റ്റ് മാവേലി. ബ്രോയാ? മാവേലിനെ ബ്രോ എന്ന് വിളിക്കുന്നു. ഇത് മാവേലിയാണ്. റോഡേന്ന് ഫോട്ടോ വേണം. അർജുന എന്ത് മീഷ പറഞ്ഞു പോവാ? അല്ലേ അത് പാതാളത്തിലെ ബാർബറിന്റെ കുഴപ്പം കാരണമാണ്. അല്ലെങ്കിൽ ഞാൻ മീസ് സെറ്റാക്കിനെ. ശരി, നടക്കട്ടെ. അർജുന? ആരാണ് അർജുൻ? ഡബിൾ സൈഡ് മേടിച്ച് വെച്ചാൽ ഒട്ടിയായിരിക്കും. ആലപ്പുഴ അർജുൻ ഫേമസ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും അർജുൻ അർജുൻ പറഞ്ഞു പോകുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്ത. ആരാണ് ഈ അർജുൻ? എങ്ങനെയുണ്ട്? അല്ലേ മാവേലിക്ക് ഇപ്പം സിഗ്നലൊക്കെ ഉണ്ട്. അത് ഒരു ബാർബർ ചയച്ചിയാ പാതാളത്തിൽ. അതിന് നല്ലതായിട്ടിരുന്ന മീശ എന്റെ വെട്ടേണ്ടി വന്നു. എങ്ങനെ പോകുന്നു ഓണമൊക്കെ? ഐഫോൺ അവിടെ ഇപ്പൊ ചെറിയൊരു ഐഫോണിന്റെ സ്റ്റോർ തുടങ്ങി. അപ്പൊ ഞാൻ മേടിച്ചു വെച്ചു. ഒരു മോതിരം പോയി, അതാ ഈ 3 ഉള്ളു. ഇപ്പൊ ഐഫോൺ വേണ്ടി ഊരിയതാ. പരിചയം ഉണ്ടായിരുന്നെങ്കിൽ നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കട. ഓ, ഇത് മരത്തിന്റെ അടിയിൽ. അതെ, ഇതാണ് ആലിന്റെ അടിയിലൊരു കട. അതാണ് ആലിന്റെ ചോട്. ഇങ്ങോട്ട് കേറാം. ഫൈനാൻസ് നോക്കേണ്ടി വരും. ഫൈനാൻസ് നോക്കാൻ എന്റെ കയ്യിലില്ല. മാവേലിക്ക് പറ്റിയ ഒരു കണ്ണാടി പറ്റുമായിരിക്കും. വെച്ചു കൊടുക്കൂ. മാവേലിക്ക് മസിൽ കയറി കിടക്കുക പാതാളത്തിരുന്നാണ്, തുനിയാൻ പറ്റത്തില്ല. മാവേലി എങ്ങനെയുണ്ട്? ഏവിയേറ്റർ നോക്കണം. ഏവിയേറ്റർ കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഏവിയേറ്റർ ഉണ്ടാ? ഇതെങ്ങനെയുണ്ട്? ഇതും കൂടി ആണെന്ന് പറ. ഇതല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് എടുക്കാം. ഇതാണ് അതാണ് ഒരു അസുരന്റെ ലുക്കായല്ലേ? കറക്റ്റ് കറക്റ്റ് അസുരൻ ലുക്കായി, സെറ്റായി. ചിത്രവത്താൻ ഡീൽ ചെയ്തേക്കും. ചിത്രവത്താൻ കണക്കിന് നല്ല ഇതാ. അവസാനം അവിടെ പോയിട്ട് എൻ്റെ തന്നെ പൈസ മേടിക്കും. ആ ഹായ് ഹായ് ഹായ്. ചെറിയ കുട്ടിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായി, അറിയാതെ. ഒരു കണ്ണാടി മേടിച്ചപ്പോഴാണ് ഇപ്പോൾ ഒരു വെയിറ്റ് തന്നെന്ന് തോന്നുന്നു എനിക്ക്. നേരത്തെ ഒരു മാവേലിക്ക് വലിയ വൈബില്ലായിരുന്നു. ഈ സാധനം ഡബിൾ സൈഡ് ലിബാം ഇടണാ? എന്ത് ചെയ്യാൻ? അത് ഇവിടെ ഒടുക്കത്തെ വെയില് ഇതൊക്കെ അല്ലേ. ഞാൻ പാതാളത്തിൽ നിന്ന് വന്നല്ലേ, അവിടെ ഒടുക്കത്തെ വെച്ച് കൂടായിരുന്നു. എന്ത് പോയതാ? എന്ത് ചെയ്യാൻ? ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഒരു ദിവസം ആണല്ലോ. അതാ അതൊരു ബാർബർ കാരണം ആയതാ. പാതാളത്തിലെ ബാർബർമാർക്ക് പണിയറിയത്തില്ല. അതാ അത് കൊളവാക്കിയതാ. ആ എടുക്കാം. ആണോ? എന്ത് മാവേലിയുടെ പരിചയം ഉണ്ടാ? മീശ ഓടിച്ച മാവേലിയാ? അതൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ആരെയും നോക്കുന്നില്ല. ഒരു സെക്കൻഡ്, മാവേലി ഒന്ന് റെഡിയാക്കട്ടെ. മാവേലിയുടെ മീശയ്ക്ക് കുറച്ച് എന്ത് ചെയ്യാൻ? അത് ഞാൻ പക്ഷേ ഇല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ അവിടെ ബാർബർ കൊള്ളത്തില്ലേ പാതാളത്തില്?
അവനെന്ന് പണി പറ്റിച്ചല്ല. എനിക്ക് നല്ല മീശ ഉണ്ടായിരുന്നു. ഈ മീശയായിരുന്നു എനിക്ക്. ഈ മീശയായിരുന്നു. മീശ തരട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ വന്നേക്ക് പാത്രത്തിൽ വിളിക്കാൻ ഞാൻ. പിന്നെ തിരിച്ചു വരവില്ല. കുഴപ്പമില്ലേ? മാവേലിക്ക് ലോട്ടറി വേണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? മാവേലിക്ക് എന്താ ലോട്ടറി? ഞാൻ ഇതിന്റെ റിസൾട്ട് സമയത്ത് ഞാൻ കാണത്തില്ല ഇവിടെ. ആ റിസൾട്ട് എടുക്കുമ്പോ കാണണ്ടേ ഇവിടെ? പറയാനും നമുക്ക് സമയമില്ല. എങ്ങനെ പോകുന്നു? ജനങ്ങളൊക്കെ സംതൃപ്തിയിലാണ്. ആണോ? അത് ചോദിക്കാൻ വന്നേ. സംതൃപ്തി ഉണ്ടോ? സംതൃപ്തിയുണ്ട്. എന്താ സംതൃപ്തി ഉള്ളത്? എല്ലാത്തിലും കാര്യത്തിലും ഇപ്പൊ ഒരുവിധം എല്ലാത്തിലും സംതൃപ്തിയാണ് ജനങ്ങൾക്ക്. ഒന്ന് രണ്ട് സംതൃപ്തിയുള്ള കാര്യം പറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരോട് ചോദിക്കണം. സംതൃപ്തി ഉള്ളത് ചേട്ടൻ എന്താണ് സംതൃപ്തി? എല്ലാം കൊണ്ട് സംതൃപ്തിയാണ്. അതെന്താണ് സംതൃപ്തി ഉള്ളത്? കണ്ടതിന് സംതൃപ്തിയാണ്. ഓക്കെ, ചേട്ടൻ കണ്ടാ എന്നതന്നെ അനുഗ്രഹിച്ചേക്ക്. അനുഗ്രഹിക്കുന്നു ഭക്ത, അനുഗ്രഹിച്ചു. ഭക്തന്മാരെ ഞാൻ പോവുകയാണ്. ആ ശരി. ലോട്ടറി അതാ പിണറായി വിജയന് കൊടുക്കൂ, അയാൾക്കുള്ള ഗുണം വരട്ടെ. അതായത് നമ്മളിത് ആലപ്പുഴയിൽ വളരെയധികം തിരക്കുള്ള ഒരു ഏരിയയാണ്. ഇവിടെ എന്തോ ഒരു ജിമ്മില്ലേ? എന്താ വത്സ? വത്സൻ ചിരിക്കുന്നു. ഭക്തന് ഹാപ്പി ഓണം ആണെന്ന്. എങ്ങനെയുണ്ട് ഭക്തൻ? ഹാപ്പി ഓണം ആണോ? ഹാപ്പി ഓണം. ഇത്തിരി കുട ഇവിടെ കിട്ടാൻ ചോദിക്കണം. ഇങ്ങനത്തെ കുട ഇവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. വേണമെങ്കിൽ ചോദിക്കാം. ചോദിക്കാം. നമുക്കൊരു കുട കിട്ടാൻ നോക്കട്ടെ. ഈ ഒരു കുട കുറച്ച് നാളായേ. അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് ഈ കുട. എവിടെ ചോദിക്കുന്നേ? ആ കുട്ടിയോട് ചോദിക്കൂ. വത്സേ ഇവിടെ വരൂ. ഈ ഒരു കുട കിട്ടുമോ ഇവിടെ? ഈ ഒരു കുട ഇല്ലേ? ഇല്ല. എനിക്ക് ഈ ഒരു കുടയേ ഉള്ളൂ. ഇതേ വകുപ്പുള്ളൂ എനിക്ക് കൊണ്ടുപോകാൻ. എനിക്ക് ഇതേ വകുപ്പുള്ളൂ കൊണ്ടുപോകാൻ. ഇല്ല, എന്ത് ചെയ്യാൻ, അതില്ല ഇവിടെ. പാതാളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി കുറച്ച് ഡാമേജ് പറ്റിയതാണ്. ഇല്ലല്ലേ അത്? എന്നാ ശരി വത്സ. കിണ്ടി പോലെ എനിക്ക് കണ്ണാടിന് ഊരടാ. ഈ ലൈറ്റ് അല്ലേ? നൈറ്റ് അല്ലേ? കണ്ണാടി മാറ്റിയേക്കാം. നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രജകളെല്ലാം നല്ലൊരു കാറ്റുള്ളതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ കിരീടം പറന്നു പോകും. ആരെങ്കിലും എടുക്കേണ്ടി വരും. പാതാളത്തിലോട്ട് വരുന്ന ഇല്ലില്ല, ഞങ്ങൾ പാതാളത്തിലാ ഇപ്പൊ. മണ്ടയിലോട്ട് വരുന്നുണ്ടോ? വേണ്ട വേണ്ട. ഞാൻ അർജുൻ എംപിയാ. ഞാൻ മാവേലി. നിന്നെ വിളിക്കണോ? ആ ഇത് നൈസ്. ഞാൻ പേടിച്ചു പോവാ. ഞാൻ കൈ വെച്ച മൈക്ക് വെച്ചിട്ടുണ്ടോ? കടിക്കുക? കൊത്തുവോ? ചെറിയൊരു കൊത്ത്. ചെറിയൊരു കൊത്ത് ജസ്റ്റ്. നിങ്ങൾ എവിടെ? കട്ടപ്പന. ഇത് എന്ത് യഥാർത്ഥ വീശിയ? കണ്ട യഥാർത്ഥ വീശിയടാ. ആ അതല്ലേ വിശ്വസിച്ച് തുളത്തിരിക്കുന്നുണ്ടാ ഷിക്കൂർ. ഞാൻ മാവേലിയാണെന്നേ എല്ലാരും കണ്ടിട്ട്. മാവേലിയാണെന്ന്. അർജുനമ്പി അല്ല അതെ. ഓണമായിട്ട് എന്താ പറ്റി? ആ എടുക്കാം. ആ വരാം. ഫോട്ടോ എടുക്കുക. അത് വീഡിയോ ഒക്കെ പൊക്കൊണ്ടിരിക്കുമല്ലേ? ആ ഇപ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യം ഞാൻ തന്നെ എന്നെ പിരിച്ചുവിടുക. എന്നെ പിരിച്ചുവിടുന്നല്ലേ ഈ പളിക്കണ്ട്. എന്റെ വീശി ഇതാണ്. കണ്ടത്? കണ്ടില്ലേ? നല്ല ഏത് കുളമാക്കി കാര്യമില്ലല്ലോ. പോയില്ലേ അത്? എടാ ഒന്ന് പിടിച്ചടാ മുടി. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ബോയ്സ്, അല്ല എൻ്റെ സ്ട്രീം ചെയ്യാം. നമുക്ക് അടുത്ത സ്ട്രീമിൽ കാണാം. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് എ വണ്ടർഫുൾ ഡേ.